ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു ഉടുപ്പ് കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിലിട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവിടുന്ന് അലക്കി തേച്ച് വന്ന പോലെ നിങ്ങൾ റെഡിമെയ്ഡായിട്ട് പെട്ടെന്നിങ്ങനെ വരണമെന്നല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ 17:30 വായിച്ചത് എന്താണ്? എന്നാൽ ഇപ്പോഴാകട്ടെ എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം ആജ്ഞാപിക്കുന്നു. അപ്പോൾ എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി വെളിപ്പെടുത്തുന്ന കാലത്ത് ആദ്യം കിട്ടിയ വചനം ഇതാണ്. എന്താണ്? എനിക്ക് പാപത്തെ ലിസ്റ്റ് വിജയകുമാറിനെ, എനിക്ക് അനുഗ്രഹത്തെ ലിസ്റ്റ് വിജയകുമാറിന് പാപത്തെ ലിസ്റ്റും. ഞാനത് കൂട്ടിവെച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാണ്, എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ തക്കാട്ടശ്ശേരി ഇരുന്നുകൊണ്ട് 2017 ഇത് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്, നാളെ എന്ന് പറഞ്ഞ പഴയ നിയമത്തിലാണ്, പുതിയ നിയമത്തിൽ ഇന്നാണെന്ന്. കാര്യം പശ്ചാത്താപത്തിന് സമയബന്ധിതമായിട്ട് ചുരുക്കം ഉണ്ടാകുമെന്ന് സക്കേവൂസിന്റെ കർത്താവ് പറഞ്ഞത്, ഇന്നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കണം. അപ്പോൾ ഒരു നിമിഷം നേരത്തെ നീ കർത്താവിൽ വിശുദ്ധീകരിച്ചാൽ ഉടമ്പടി അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് ആദ്യകാലം തന്നെ കൃപാസനത്തിൻ്റെ പത്രത്തിൻ്റെ മുഖപേജിൽ ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് കണ്ടത്. ഉടനടി പരിഹാരം. ഇപ്പോഴത് മാറ്റിയിട്ടൊന്നുമില്ല. കാര്യം നമ്മൾ ആ ഫ്രണ്ട് പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഉടനടി ഉണ്ടായ പരിഹാരങ്ങൾ തന്നെ എഴുതിയിരിക്കണം അവിടെ. ഉടമ്പടി എടുത്തപ്പോൾ ഇന്ന് ഈ ആഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് അത് മാറ്റമില്ല അതിനെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അനുതാപവും അനുഗ്രഹവും തമ്മിൽ ഭയങ്കരമായി ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇപ്പം ജെയ്സനെ സംബന്ധിച്ചിടത്തോളം അനുതാപവും കിട്ടിയപ്പോൾ എന്നാ പറ്റി? 12 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. 2012 ഗ്രീസിൽ റെസ്റ്റോറൻറ്റിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. 2012 വരെ ആരും കോൾ ഫോർ ചെയ്തില്ല. ജെയ്സൺ പറഞ്ഞ ഷങ്കൻ വിസയ്ക്ക് വേണ്ടിയാണ് ഞാൻ അപേക്ഷിച്ചത്. അതിൽ ഡോക്യുമെൻ്റ് മുഴുവനും തെറ്റായിരുന്നു. അപ്പം അതിനെ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു ഷങ്കൻ വിസയ്ക്ക്. പക്ഷെ ഞാനെങ്ങനെ പ്രാർത്ഥിക്കും? അത് കാരണം എനിക്ക് അനുതാപം ഉണ്ടായി. കർത്താവേ, ഞാൻ വിസ ചെയ്തിരിക്കുന്നത് തെറ്റായിരുന്നല്ലോ. എനിക്ക് അനുതാപം ഉണ്ടായി. അനുതാപം ഉണ്ടായപ്പോൾ 12 പോയിട്ട് 24 ആയപ്പോൾ ജെയ്സൺ അനുദപിച്ചപ്പോൾ എന്ത് ചെയ്ത്, അവർ ആ 12 കഴിഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷം ആ വിസ കോൾ ഫോർ ചെയ്യുകയാണ്. എന്താ? അതായത് ആ അനുതാപം അനുഗ്രഹം സ്പീഡാകും. നമ്മൾ എന്തുകൊണ്ടാണ് താമസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം അനുതാപം തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അനുഗ്രഹം താമസിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അനുതാപം തന്നെയാണ്. നിലപാട്, സംസാരം, ചെയ്തികൾ, ശീലങ്ങൾ, അതുപോലെ എല്ലാം നിലപാടുകളെല്ലാം. പിന്നെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം. കാരണം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, യു ഹാവ് ഡൺ ഇറ്റ് വിത്ത് വാട്ട് ഡിസ്പോസിഷൻ. നിങ്ങൾ എന്ത് മനോഭാവത്തിൽ. അതുകൊണ്ടാണ് ആ വിധവയുടെ ചിലിക്കാശെടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 21:2 ദരിദ്രയായ ഒരു വിധവ, ദരിദ്രയായ വിധവ 2 ചെമ്പുതൊട്ടുകൾ ഇടുന്നത് അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തെ വിശ്വസിക്കുന്നതല്ല വിഷയം, ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചെടുക്കുന്നതിലാണ് വിഷയം. അതാ റിസ്ക്. ഇപ്പം മറ്റെല്ലാവരെയും കാണുമെന്ന് പറഞ്ഞില്ലേ, ചാക്ക് കണക്കിന് ചില്ലിക്കാശ് പണ്ടാരത്തെ തള്ളിയ ആൾക്കാരുണ്ട്. അവരെ ദൈവം വിശ്വസിക്കണില്ല. അതാ ഒരു ഉപജീവനത്തിനുള്ള വക മാത്രം ഉണ്ടായിരുന്ന ആളാണ് ഇട്ടിരിക്കുന്നത്. അതിലാണ് ദൈവം വിശ്വസിക്കണത്. വാട്ട് ഡിസ്പോസിഷൻ, നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണെന്നാണ്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ കണ്ടായിരുന്നു. അതായത് കാല് പഴുത്തിരിക്കുകയാണ്. കാല് പഴുത്തിട്ട് ആ പഴുത്ത കാലും വെച്ചുകൊണ്ട് തൊത്തിയും മുടന്തിയും പോയി പത്രം കൊടുത്തുകൊണ്ടിരിക്കണേ. അത് എല്ലാ വീട്ടിലും ഇങ്ങനെ ഈച്ച വാർത്ത്
കർത്താവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്. അവിടെ സാക്ഷ്യം കേൾക്കണം. എൻ്റെ ദൈവപൈതലേ, കർത്താവ് നിന്റെ ഡിസ്പോസിഷൻ കറക്റ്റാണെങ്കിലേ, നീ ആത്മാർത്ഥമാണ് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന് ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അപ്പക്കത്ത് ഉടമ്പടി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ സത്യസന്ധയാണ് ദൈവത്തെ മനസ്സിലാകും. ഉടമ്പടി വിശ്വാസത്തെക്കാൾ ഉപരി വിശ്വസ്തയുടെ പദ്ധതിയാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായിത്തീർന്നിടും. എല്ലാവരും എഴുന്നേൽക്കുക. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിലുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്ന കുറേ സാക്ഷ്യങ്ങൾ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും ഇരിക്കുന്ന ദൈവാഭിഷേകത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റിക്കൊണ്ടേയിരിക്കണം, മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാം കാണുന്ന ദൈവം എല്ലാത്തിനും തട്ടിപ്പ് ചെയ്യട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ആരംഭിക്കുകയാണ്. എൻ്റെ മകൾ, ഇത് വളരെ ലളിതമാണ്. എന്താ കാര്യത്തിൽ അമ്മ മാതാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു ആത്മവിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഞാനൊരു അംബിക്കസിലേക്ക് പൗലോസപ്പോസ് പറയുന്ന പോലെ ഞാൻ അന്തരീക്ഷത്തിൽ ഇടിക്കുകയല്ല, ഞാൻ മൂക്കിന് നോക്കി ഇടിക്കണം. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളാണ്. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. ഇപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കേണ്ടത് അമ്മയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം അത് ചെയ്തു തരും. കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണം ദൈവികമായ പദ്ധതിയാണ്. ശ്രുതികട്ടെ. പരമോന്നത അണയുന്നു ഞാൻ തിരുമുൻപിലാ അലിവോടെ അച്ഛൻ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ കൈകളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി മാറ്റി വെച്ചുകൊണ്ട് മക്കളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാൻ പാടില്ലാത്ത സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തുതിപ്പും അറിയാൻ പാടില്ലാത്തവർ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവെ, നിന്റെ തിരുമുറിവാകുന്ന വലതുകരം അനുഗ്രഹത്തിന്റെ അഭിഷേക കരങ്ങള് അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ. അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇടിച്ചിറങ്ങട്ടെ. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം, കർത്താവിൻ്റെ ശക്തി, സ്വർഗീയ ശക്തി, ദൈവിക ശക്തി, സുവിശേഷത്തിൻ്റെ ശക്തി ഈ നിമിഷം ഇടിച്ചിറങ്ങട്ടെ. ആന്തരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ആത്മഹത്യാ ബോധങ്ങൾ, അതുപോലുള്ള എല്ലാവിധ രോഗങ്ങൾ യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ.
അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അണിവോടെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അണിവോടെ നോക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരരോഗങ്ങൾ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇനിയുള്ളത്. കരൾ രോഗങ്ങൾ, ആ സമയത്ത് കരളിൻ്റെ അവിടെ കൈവെക്കണം. ഹൃദയരോഗങ്ങൾ, ബ്ലോക്കുള്ളവർ, ചിലപ്പോൾ നിങ്ങളായിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ അപ്പനായിരിക്കും. അപ്പം നിങ്ങൾ അപ്പൻ്റെ പേരിൽ നിങ്ങളുടെ നെഞ്ചത്ത് കൈവെക്കണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അമ്മ ഈ വിഷയം ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് പിന്നീട് അലയേണ്ട കാര്യമുണ്ടാകത്തില്ല. അതുകൊണ്ട് തക്ക ജേസൺ അവസാനം പറയുന്നൊരു സമയമുണ്ട്, ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന്, ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന്. ആ ഒരു ബോധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ നിന്നുണ്ടായ ബോധ്യമാണ്. നിങ്ങൾ ആ വിശ്വാസികളുടെ അനുഭവം പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഓർക്കുക, അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിൽക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും, നടുവിന് വേദനയുള്ളവരുണ്ടാകും. ഞാൻ ഒരു ദിവസം ഒരു 10 പേരെങ്കിലും വിങ്സിനും അതുപോലെ തന്നെ ഇടുപ്പലിനും വേദനയുള്ളവർ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അവരിവിടെ വരുന്നവർക്കല്ലേ ആ സൗഖ്യം വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒത്തിരി പേര് അതുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കൈ ആ നടുവിന് വെക്കണം. ഉദരരോഗമുള്ളവരുണ്ടാകും, ഗർഭാശയത്തിൽ ചുരുങ്ങിയവരുണ്ടാകും. അവർ ഊടിന് താഴെ പൊക്കിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ 2 ട്യൂബുകൾ ഉണ്ടാകത്തില്ല. ഫിലിപ്പിൻ ട്യൂബ് 2 ഇല്ലെന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ശരി, ഒരു കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും. പക്ഷെ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിമിതികളുടെ അപരിമിതമായ ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവിന് എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്നതാണ്, നിങ്ങൾ നിന്നതല്ല, നിങ്ങൾ നിർത്തിയതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. മുട്ടിക്കൊഴിയുന്നവർ പോലും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൂക്കിന് ദശ വളരുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. തൊണ്ടയ്ക്ക് തൈറോയ്ഡുള്ളവരും തൈസോയിഡുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം വല്ലാണ്ടിരുന്ന് ചൂടാകുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, പ്രഷർ കൂടുന്നവരുണ്ട്, ഷുഗർ കുറയാത്തവരുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അസ്ഥിവേദനക്കാർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം പൊട്ടിയൊലിക്കുന്നവരും വെള്ളപ്പാണ്ടുള്ളവരും അലർജി ഉള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയം. ഇട്ടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഉന്നതമായ നാമത്തെ നിരൂപമായ നാമത്തെ സ്വന്തം കർത്താവ്. ആമാശയ രോഗികള്, ക്ഷയരോഗികള്, കർത്താവ് മാനക രോഗികൾ, തീരാവിളത്തികള്, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അസ്ഥി രോഗികളെ കർത്താവ്, പേശി രോഗികളെ, ശിഷ്ടമുള്ളവരെ കർത്താവ്, കർത്താവ് മുഴകളുള്ളവരെ കർത്താവ്, കർത്താവ് സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി കൃപാസനം ആൾത്താരെ ജീവിത കർത്താവിന് കൃപാസനത്തിന് ആൾത്താരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരണത്തിന്റെ അടയാളമാകാൻ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ,
സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവര്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, പരീക്ഷ പൊട്ടിപ്പോയവര്, പുതിയ പരീക്ഷ എഴുതാൻ പോകുന്നവര്, വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, അതുപോലെ തന്നെ സ്ഥലങ്ങളില്ലാത്തവര്, വീട് ഇല്ലാത്തവര്, വീട് വെച്ചുകൊണ്ടിരിക്കുന്നവര്, വിസ നഷ്ടപ്പെട്ടവർ, വിസയിന് പുതുക്കി കിട്ടാത്തവര്, വിദേശ രാജ്യങ്ങളിലേക്ക് വിസയെ പുതുക്കി കിട്ടാതിരിക്കുന്നവര്, അതിൻ്റെ പേരിൽ കടങ്ങൾ വന്നിരിക്കുന്നവര്, വിവാഹത്തിൽ ഒത്തുചേരാത്തവര്, വിവാഹത്തിൽ ഒരുങ്ങുന്നവര്, മക്കളില്ലാത്തവര്, വിവാഹം പിരിഞ്ഞിട്ട് കൂടാൻ ആഗ്രഹിക്കുന്നവര്, എല്ലാവരുടെ മേൽ കർത്താവിന്റെ വലിയ ശക്തികട്ടെ. ശ്രുതികട്ടെ, 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 കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസ്ഥാനത്തോടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ താഴെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് നിന്റെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ആരാധന പിതാവേ, നന്ദി. സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൈകൾ കൊപ്പി അമ്മയുടെ മാധ്യസ്ഥതയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയന്റെ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നതെന്ന് തിരുവചനത്തിലൂടെ നീ വ്യക്തമാക്കി തന്നുവല്ലോ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ സമീപസ്ഥനാണ് എന്ന തിരുവചനത്തിലൂടെ ശോയെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് എളിമപ്പെടുത്തി ദൈവ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും ആദ്യമായി തന്നെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്ലി ഡെന്നിസ്. ഞാൻ പാലാ രൂപതയിലെ പൈക സെൻറ്റ് ജോസഫ്സ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജൂൺ 1 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും കൂടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ ആദ്യമായ ഉടമ്പടിയിൽ നിയോഗമായി വെച്ചത് ഞങ്ങൾ പരിശുദ്ധാത്മാ അഭിഷേകത്തിലും ആത്മീയമായും വിശുദ്ധിയിലും വളരുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്നാണ്. രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ മക്കൾ 2 മക്കളാണ്. മോള് 12th പഠിക്കുകയായിരുന്നു, ഇളയാളാണ്. മോൻ മൂത്തയാൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി 4th ഇയർ പഠിക്കുന്നു. മോൾക്ക് നാട്ടിലെവിടെയെങ്കിലും നല്ലൊരു നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമതായിട്ട് നിയോഗം വെച്ചത്. കൂടെ മോനും ഡിഗ്രി കഴിയുമ്പോൾ നല്ലൊരു ഹോട്ടലിൽ പ്ലേസ്മെൻറ്റ് കിട്ടി നല്ലൊരു ജോലി കിട്ടണേ എന്നുള്ള ആഗ്രഹത്തിലാണ് നിയോഗം വെച്ചത്. 12th മോളുടെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് മാർക്ക് അവൾക്ക് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളാകെ വിഷമിച്ചു പോയി. എങ്കിലും ഞങ്ങൾ ഇവിടുത്തെ ഉടമ്പടിയിൽ ശക്തമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മോൾക്കൊരു അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊരു ഏറ്റുമാനൂരുള്ളൊരു ഏജൻസിയിൽ പോയി. ഏജൻസിയിൽ ഞങ്ങൾ അന്വേഷിച്ചു, പുറത്തേക്ക് പഠിക്കാൻ പോകാനുള്ള ചാൻസിനെ പറ്റിയാണ് അന്വേഷിച്ചത്. അപ്പോൾ എൻ്റെ ബ്രദർ ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലുള്ള വിടാമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി നൂലുമാലകളുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് PTE എക്സാം പാസ്സാവണം, അതിനുശേഷം നമ്മൾ ബാങ്കിലെ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മസ്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് മസ്കറ്റിൽ ജോലിയായിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ലോൺ എടുക്കാനൊക്കെ ഒരു ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം മോള് PTE എക്സാം എഴുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ മോള് പാസ്സായി. പിന്നീട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ ലോണിന് വേണ്ടിയൊക്കെ പോയി തുടങ്ങി. ലോണിന് വേണ്ടിയൊക്കെ പോയപ്പോൾ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. പക്ഷേ മാതാവ് ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഈ ഉടമ്പടി കാശ് രൂപമായിട്ടാണ് പോയിരുന്നത്. മാതാവ് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ക്രമീകരിച്ച് തന്നു. അത് കൊറോണയുടെ സമയമായിരുന്നു, അതുകൊണ്ട് ഓഫീസുകളൊക്കെ ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള സമയമായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്ന് മോൾക്ക് ഓസ്ട്രേലിയയിൽ കട്ടൺ യൂണിവേഴ്സിറ്റിയിൽ 25% സ്കോളർഷിപ്പോട് കൂടി പഠിക്കുവാൻ അഡ്മിഷൻ കിട്ടി. അങ്ങനെ മോളിപ്പം പഠിച്ച് കഴിഞ്ഞ് ഗ്രാജുവേഷന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുകയാണ്. മോന് ആ സമയത്ത് തന്നെ മോന് വേണ്ടിയും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നത് 2 പേർക്കുള്ള ലോൺ തരാമെന്നായിരുന്നു. പക്ഷേ മോൾക്ക് തന്നു കഴിഞ്ഞ് ബാങ്ക് പറയുന്നു ഇനി ഒരാൾക്ക് തരാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല,
അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. കാരണം മോനെയും ഞങ്ങൾ വിടാമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു. കൊറോണ കഴിഞ്ഞ് ജസ്റ്റ് ഓപ്പൺ ആയ സമയത്തായിരുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ജോസഫ് അച്ഛൻ ഇവിടെ നിത്യാരാധന ചാപ്പലിൻ്റെ മുന്നിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നത് കണ്ടു. അപ്പം ഞാൻ മോനെയും മോളെയും കൂടെ നിർത്തി അവരെയും ബ്ലസ് ചെയ്യിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ 2 പേർക്കും ഓരോ കാശുരൂപം നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളും മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോനെ വിടാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം എൻ്റെ ബ്രദർ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുകയാണ്, അവനെയും കൂടി നീ വിട്ടോ, ഞാൻ പൈസ ഞാൻ ചിലവാക്കിക്കോളാം എന്ന് പറഞ്ഞ് വിളിച്ചു. ഏതായാലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ 2 പേരെയും ഒരുമിച്ച് ഞങ്ങൾക്ക് വിടാൻ സാധിച്ചു. മോൻ ഇവിടുന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പാസ്സായി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അവിടെ ചെന്ന് ഗ്രാജുവേഷൻ ചെയ്തു. 2 വർഷത്തെ ഗ്രാജുവേഷൻ ചെയ്തു. മോനിപ്പോൾ ജോലിയായി. എൻ്റെ 2ാമത്തെ നിയോഗം ഞങ്ങൾക്ക് ഒരു കുഴൽക്കിണറായിരുന്നുണ്ടായിരുന്നത്. കുഴൽക്കിണറിൽ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചെങ്കിലും വെള്ളം കിട്ടാൻ വീണ്ടും തടസ്സം വന്നപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥന തുടങ്ങി. ഉടമ്പടി ഉപ്പും കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കുഴൽക്കിണറിൽ വെള്ളം കിട്ടി. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം, 2ാമതൊരു സാധാ കിണർ കൂടി കുഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹം. അപ്പം ഞങ്ങൾ അതിനുവേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി. കാരണം ഈ കുഴൽക്കിണറിലെ വെള്ളത്തിന് ചെറിയ ചെളി ചൊവയും അതുപോലെ നമ്മൾ തലമുടി കഴുകുമ്പം ചകിരി പോലെയൊക്കെ ആകുമായിരുന്നു മുടി. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായിരുന്നു. അപ്പം ഞങ്ങൾ 2ാമത് വീണ്ടും ശക്തമായിട്ടൊരു സാധാ കിണറിന് വേണ്ടി കൂടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് 2ാമത് ഒരു സാധാ കിണർ കൂടി കുഴിച്ച് ആ കിണറിലും ഇപ്പോൾ വെള്ളം കിട്ടി തുടങ്ങി. 3ാമത്തെ എൻ്റെ ഉടമ്പടി നിയോഗം, ഞങ്ങൾക്ക് ഒരു 60 വർഷമായിട്ട് ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയിൽ വഴി കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ നെയ്ബേഴ്സിനോടൊക്കെ പല പ്രാവശ്യം ചോദിച്ചെങ്കിലും അവരൊന്നും വഴി തരാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. അവസാനം ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനോട് പറഞ്ഞ് ഒരു കാശുരൂപം ബ്ലസ് ചെയ്ത് ജോസഫ് അച്ഛൻ തന്നു. ഞാൻ ആ കാശുരൂപവും ഉപ്പും കൊണ്ടുപോയി ഞങ്ങളുടെ പറമ്പിൽ കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അവർ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിലോട്ട് വഴി കിട്ടി. പിന്നെ എൻ്റെ നാവിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പം അതൊരു ഞാൻ ഹോസ്പിറ്റലിൽ ഡെൻറ്റിസ്റ്റിനെ കാണിച്ചപ്പോൾ ഒരു 2 മാസത്തോളം ഒരു ഓയിൽമെൻറ്റൊക്കെ തേച്ച് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ 2 മാസത്തോളമായിട്ടും എനിക്ക് ആ മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ കാരിതാസിൽ വേറൊരു ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മൾ പേടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് ഹോർമോൺ ചേഞ്ചസിൻ്റെയും ഏജിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, അത് കുറച്ച് ഉപ്പുവെള്ളമൊക്കെ കൊണ്ട് മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് അതിലും സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ വലത് കൈയിൽ ഒരു ഞരമ്പിന് ഒരു വേദനയുണ്ടായി. അപ്പം എനിക്ക് ഭക്ഷണം വാരി കഴിക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് വന്നു. അത് ഞാനൊരു ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്ക് കുറച്ച് നാൾ മെഡിസിൻ എടുത്ത് നോക്കാം, എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്ലാസ്റ്ററൊക്കെ ഇട്ട് നോക്കാം, എന്നിട്ട് മാറിയില്ലേ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി. പിന്നെ എങ്ങനെയാണോ ആ വേദന, ഒരു സർജറിയും കൂടാതെ എനിക്ക് ആ വേദന തീർത്തും മാറിക്കിട്ടി. പിന്നീട് എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഭക്ഷണം കൊടുക്കുകയും വൃദ്ധസദനങ്ങളിലും ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു സഹായം ആവശ്യപ്പെട്ട് വരുന്നവർക്കൊക്കെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. പത്രം ഞാൻ ആദ്യമൊക്കെ നൊവേന പള്ളികളിലൊക്കെ പോയി നടന്നാണ് പത്രം കൊടുത്തിരുന്നത്. പിന്നീട് ഞാനത് നിർത്തി. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും പിന്നെ ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി നിന്ന് ഇപ്പം ഞാൻ പത്രം കൊടുക്കുന്നത്. ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരി വളരാൻ സാധിച്ചിട്ടുണ്ട്. ബൈബിൾ വായനയും മറ്റു കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പണ്ട് എനിക്ക് എല്ലാ കാര്യത്തിനും ഒത്തിരി ടെൻഷനും വിഷമങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി. ഇപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പിറ്റേ ദിവസം ഓടി ഇവിടെ വരും. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കിട്ടാറുണ്ട്.
എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. വ്യക്തിപരമായിട്ട് നേരത്തെയൊക്കെ എനിക്ക് ക്ഷമിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുകയും അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ആത്മീയമായിട്ടും ഒത്തിരി വളരാൻ സാധിച്ചിട്ടുണ്ട്.